ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് നാടൻ കറികളോട് കൂടിയിട്ടൊരു ഉച്ചയൂണ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് മുരിങ്ങയും കറി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടൊരു പച്ചടിയും മീനില്ലാത്തൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പാവയ്ക്ക അച്ചാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പരിപ്പും മുരിങ്ങയിലും കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. നല്ല മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. ഇനി ഞാനത് പരിപ്പ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് പരിപ്പിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 3 പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇനിയിപ്പം നമ്മുടെ മുരിങ്ങയില നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചാറൊന്നും കൂടി നീട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് മുരിങ്ങയിലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകിൻ്റെ മിശ്രിതം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക നല്ലപോലെ കഴുകി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും പിന്നെ ഒരു സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1/4 മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവിനും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതല്ല മുളക് പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 മുറി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തത് നമുക്കൊന്ന് ചട്ടിയിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഈ വെള്ളരിക്കയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതും കൂടി നല്ലപോലെ വറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വീതം ജീരകവും കടുകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഈ വെന്ത് വന്നിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കടുക് വറുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ചതച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് പിന്നെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാണെന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചോറും കറിയൊക്കെ ആയില്ലേ, അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണേ. ഈ മീനില്ലാത്ത മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ആദ്യം ചെയ്തത് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാവയ്ക്കാച്ചാറിൻ്റെ വീഡിയോസും എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ, നിങ്ങളും പോയി ചോറ് കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.